മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെതിരെ പോസ്റ്റർ. പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പുറത്താക്കി റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് പ്രസിഡന്റ് എന്നാണ് പോസ്റ്ററിൽ വിമർശനം. ഉള്ളേരിയിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെതിരെ വലിയ രീതിയിലുള്ളൊരു അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ഒരു പോസ്റ്ററിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CPM-ന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിലും പ്രാദേശിക ഘടകങ്ങളിൽ വിഭാഗീയതയുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പുറത്താക്കി റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് കെ പ്രവീൺകുമാർ എന്നാണ് വിമർശനം. വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, ഇത്തരത്തിൽ DCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുള്ളിൽ തന്നെയുള്ള വിഭാഗീയതയല്ലേ വെളിവാക്കുന്നത്? കോൺഗ്രസിൽ തന്നെ ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ ജയ് കോൺഗ്രസ് സേവ് കോൺഗ്രസ് ഉള്ളേരി എന്ന പേരിലാണ് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ DCC പ്രസിഡന്റ് കോൺഗ്രസിന് തന്നെ വലിയ അപമാനമാണ് എന്നുള്ള രീതിയിലാണ് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിലൊരു പോസ്റ്ററിലേക്ക് വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി പാലിയേറ്റീവ് കെയറിന്റെ പേരിൽ ഒരു പണപ്പിരിവ് നടത്തിയിരുന്നു. ഈ പണപ്പിരിവിൽ ഒരു ക്രമക്കേട് നടന്നതായും അതുപോലെ തന്നെ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇത്തരത്തിലൊരു വലിയൊരു ചർച്ചയ്ക്കും അതുപോലെ തന്നെ അതിൽ ചില ആളുകളെ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കാരണങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഈ കോൺഗ്രസിൽ നിന്നുള്ള ആളുകളുമായി, അതായത് പ്രാദേശിക നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ മറ്റു ആളുകളുമായി ഒരു അഭിപ്രായം നടത്താതെയാണ് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു DCC പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രാദേശിക നേതാക്കളെ പുറത്താക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് ഒരു പോസ്റ്റർ ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് ശരിയായ രീതിയിൽ പരിഹരിക്കാതെ ഒരു വിഭാഗത്തിന്റെ മാത്രം വാക്ക് കേട്ടുകൊണ്ടാണ് DCC പ്രസിഡന്റ് തീരുമാനമെടുക്കുന്നത്. ഈ ഒരു രീതി അവസാനിപ്പിക്കണം എന്നാണ് ഈ പോസ്റ്ററിൽ പ്രധാനമായും അറിയിച്ചിരിക്കുന്നത്. അതിൽ ഇനിയും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിലുള്ള ആളുകളുടെ ചില പ്രവർത്തികൾ കാരണം കോൺഗ്രസിന്റെ ആളുകളെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കാരണങ്ങളാണ് പ്രധാനമായും ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ജനാധിപത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാതെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളിലെ ചില ആളുകളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റ് പ്രവീൺകുമാറിനെതിരെ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ചില ആളുകൾ തീർത്തിരിക്കുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിൽ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. ഈ പോസ്റ്ററിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ അധികാര ദുർവിനിയോഗം നടത്തി പാർട്ടിയെ നശിപ്പിച്ച് കൗരവസേനയെ വളർത്തി താങ്കൾക്ക് നിയമസഭയിൽ മത്സരിച്ച് ജയിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തില്ല എന്നുള്ള രീതിയിൽ കൂടെ ഒരു ഭീഷണി സ്വരത്തിലും വെല്ലുവിളിക്കുന്ന രീതിയിലുമാണ് ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ICUവിൽ കിടക്കുന്ന പാർട്ടിയെ വെന്റിലേറ്ററിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ നടപടികളും ഈ DCC പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന് വഴി വെച്ചിരിക്കുന്നതും പ്രവീൺകുമാർ ആണ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് ഉള്ളേരി മണ്ഡലം പ്രസിഡന്റിനെയാണ്. ഇത്തരത്തിൽ ഉള്ളേരി മണ്ഡലം പ്രസിഡന്റും DCC പ്രസിഡന്റ് പ്രവീൺകുമാറും തമ്മിൽ നടത്തുന്ന ചില രാഷ്ട്രീയ നാടക കളികളാണ്. അതിൽ ആ ഒരു നാടകക്കളിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഉള്ളിലുണ്ടാവുന്ന ഈ ഒരു പൊട്ടിത്തെറിക്കെല്ലാം കാരണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോസ്റ്ററുകളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റ് പ്രവീൺകുമാർ ഈ ഒരു വിഷയമായി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അതുല്യ. ശരി അഭിന, ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഉള്ളേരിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിന. തുടരേണ്ടതുണ്ട്. ഒരു വാർത്ത